എന്താ സാർ? ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. വീട്ടിലൊരു പ്രശ്നം വന്ന് പെട്ടിട്ടുണ്ട്. ഞാൻ പോവാ. കൂട്ടി താക്കോല് തന്റെ കയ്യിൽ വെച്ചോളൂ. ആ നിർമ്മല ടീച്ചർ സ്കൂൾ വിട്ട് വന്ന അവരുടെ പാസ്പോർട്ട് വാങ്ങി വെച്ചേക്ക്. റിന്യൂ ചെയ്യണം. ശരി സാർ. അവിടെ നിൽക്കുക. ഈ മാസാവസാനം നിങ്ങൾ വീടൊഴിഞ്ഞില്ലെങ്കിൽ ഞാൻ നോവൽ എഴുത്ത് നിർത്തും. ഓഹോ, വായനക്കാരുടെ ഭാഗ്യം. ഞാൻ വീടൊഴിയുന്നില്ല. ഞാൻ എഴുത്ത് നിർത്തുന്നത് തന്നെ ഇവിടുന്ന് കെട്ടിക്കാനാ. ഞാൻ കേസ് കൊടുക്കും. ഇത്ര ഒരു മുറി മാടായി കിടന്ന് ഇത്രയും വലിയൊരു ബോർഡും വെച്ച് ഇവിടെ വേറെ ആരെങ്കിലും അങ്ങോട്ട് കടന്നു വരുമോ? ഞാൻ സെൻട്രൽ ഓഫീസിലൊന്ന് എഴുതി ചോദിക്കട്ടെ? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ദേ നോക്ക്, ഒരു നോവലിന്റെ കാശ് മുഴുവൻ തന്നെ ഇവിടുന്ന് കെട്ടിക്കാൻ വേണ്ടി ഞാൻ ചെലവാക്കും. പറഞ്ഞേക്കാം. ഞാൻ വരട്ടെ. സദ്യയൊക്കെ കൊടുത്ത് അവനെ ഇവിടെ കുറ്റി അടുപ്പിക്കാനാണോ ഭാവം? ദൈവദോഷം പറയാതരാ. അമ്മ അവനോട് സംസാരിച്ചു. എന്താ അവന്റെ പരിപാടി? നിന്നോട് പറഞ്ഞു എന്തെങ്കിലും ജോലി ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഞാനിവിടുത്തെ കളക്ടറല്ലേ പറഞ്ഞു പറഞ്ഞ ജോലി ശരിയാക്കി കൊടുക്കാൻ. അവനോട് നാട് പോകാൻ പറ. അവനോട് ആരാടാ ഉള്ളത്? അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ചേച്ചിയുടെ ഭർത്താവിന്റെ ഭരണം അവിടെ. ജോലി ഇല്ലാതെ നാട്ടിൽ പോകാൻ പറ്റില്ല അത്രേ. നീ അവനോട് സംസാരിച്ചോ? അമ്മയോട് പറഞ്ഞപ്പോ കേട്ടതാ. അന്യരോട് കൊഞ്ചാൻ പോയാലുണ്ടല്ലോ. എന്റെ സ്വഭാവം മഹാ ചീത്തയാ, പറഞ്ഞേക്കാം. നാട്ടിൽ പോകാൻ പറ്റില്ലെങ്കിൽ അവനോട് ലോഡ്ജ് എടുത്ത് താമസിക്കാൻ പറ. നിനക്ക് അങ്ങോട്ട് പറഞ്ഞൂടെ? എനിക്ക് പണ്ടവന്റെ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാ. എങ്ങനെയാ മുഖത്തോക്കി പറയാ? അമ്മേ, എഴുന്നേക്കടാ കൂട്ടുകാരാ, എഴുന്നേക്ക്. നീ കുളിച്ചാ? നമുക്ക് ഊണ് കഴിക്കണ്ടേ? ഇത് വേണം. വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് 3 മാസമായി. നല്ല വിശപ്പും. എന്തൊരു വാടകയാ ഇപ്പൊ വീടിനൊക്കെ. 250 രൂപയാ ഇതിന്. ഒരടുക്കളയും ഒരു കിടപ്പുമുറി. ഞങ്ങൾ 3 ആളും ഒരു മുറിയിലാ ഇവിടെ കിടക്കുന്നത്. ബോംബെയുമായി തട്ടിച്ചു നോക്കുമ്പോ ഇത് സ്വർഗമാ. അവിടെ ഇത്രയും പോലും ഇല്ല, ഒരു കൊച്ചുമുറി. അവിടെ ഞങ്ങൾ 8 പേര് ഒന്നിച്ചാ കിടന്നിരുന്ന്. പ്രായമായ ഒരു പെൺകുട്ടിയാണല്ലോ ലതിക. അവൾക്കൊരു പ്രൈവസി കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ 8 പേര് ഒരുമിച്ചെന്ന് പറഞ്ഞാൽ ഒക്കെ ആണുങ്ങളായിരിക്കുമല്ലോ. ആണുങ്ങൾ മാത്രമൊന്നുമല്ല, ചെർപ്പളശ്ശേരിക്കാരൻ ഒരു രാമമേനോൻ, അയാളുടെ ഭാര്യ, പിന്നെ ഒരു പെൺകുട്ടി, പിന്നെ തികച്ചും അന്യരായ ഞങ്ങൾ 5 ആണുങ്ങളും ഒന്നിച്ചാ കിടന്നിരുന്നത്. ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ആർക്കും എവിടെ വേണേലും കിടക്കാം. ഇത്രയും കാലം ബോംബെ കഴിഞ്ഞതല്ലേ, നാട്ടിലൊക്കെ ഒന്ന് പോയിട്ട് ചേച്ചിയും കുട്ടികളെയൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നൂടെ? അതിന്റെ യാതൊരു ആവശ്യമില്ല. എക്സ്ക്യൂസ് മീ, ആ പെന്നും തരൂ. ഈ മേൽവിലാസം ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. നേരത്തെ എന്തെങ്കിലും പറഞ്ഞ പോരെ? അതറിയാഞ്ഞിട്ടല്ലോ ഇങ്ങോട്ട് വന്നത്. സംഗതി എക്സ്പ്രസ് ആയിക്കോട്ടെ. എപ്പോ കിട്ടും? അരമണിക്കൂറിനെ എത്തിച്ചേക്കാം. ഒരു ടെലിഗ്രാം ഉണ്ട്. നാളെ 9 മണിക്ക് മുമ്പ് ബാംഗ്ലൂർ ഓഫീസിൽ ജോയിൻ ചെയ്യണമെന്ന് രാവിലെ. MD നേരിട്ട് അയച്ചിരിക്കുക. നാളെ കാലത്ത് 9 മണിക്ക് ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോലി വെള്ളത്തിലാവും. അമ്മയല്ലേ പെട്ടെന്ന് ഒരുങ്ങിക്കോളൂ. ഇപ്പൊ തന്നെ പുറപ്പെടാം. 6:30 ഒരു ട്രെയിൻ ഉണ്ട്. അല്ല, ഞങ്ങൾ പിന്നീട് പുറപ്പെട്ടാ പോരെ? സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട്. അല്ല, അത്യാവശ്യ സാധനങ്ങൾ ഇപ്പൊ എടുക്കാം. ബാക്കിയുള്ളതൊക്കെ ഓഫീസിലുള്ളവർ പാക്ക് ചെയ്ത് അങ്ങോട്ട് അയച്ചോളും. അല്ല, സേതു നാട് പോവല്ലേ? അല്ല, ഞാനും നിങ്ങളുടെ കൂടെ വരാം. അവിടെ ബാംഗ്ലൂരില് HAL, HMT, BL തുടങ്ങിയ ഒത്തിരി കമ്പനികളുള്ളതല്ലേ. അവിടെ ഒരു ജോലി കിട്ടാതിരിക്കില്ല.
ഈ തിരക്കിന്റെ ഇടയിൽ സേതു വരണ്ട. ഞങ്ങൾ അവിടെ എത്തിയിട്ട് വീടൊക്കെ ശരിയാക്കിയിട്ട് സേതുവിന് കമ്പി അടിക്കാം. എന്നിട്ട് വന്നാ മതി. അത് ശരി. അപ്പോ അതുവരെ ഞാൻ അവിടെ താമസിക്കാം അല്ലേ? അത് ശരിയാവില്ല. ഹൗസ് ഓണർ സമ്മതിക്കില്ല. സേതു നാട്ടിൽ പോയിക്കോളൂ. ഞാൻ കമ്പി അങ്ങോട്ട് അടിച്ചേക്കാം. എന്താ? അല്ല, നാട്ടിൽ പോയാൽ പോകുന്നതിനെന്താ? 2 ദിവസത്തിനകം ഞാൻ കമ്പി അടിച്ചിരിക്കും. അവന് നമ്മുടെ കൂടെ വന്നോട്ട് മോനെ. കാര്യം അറിയാതെ അമ്മ അഭിപ്രായം പറയട്ടോ. അപ്പൊ ഞാൻ നാട്ടിൽ പോവാല്ലേ? അതാ നല്ലത്. അല്ല അല്ലേ, അവിടെ ചെന്ന ഉടനെ എന്നെ വിവരം അറിയിക്കണം. സംശയമുണ്ടോ? അപ്പൊ നീ നാട്ടിലേക്ക് പോകല്ലേ? പെട്ടെന്ന് പാക്ക് ചെയ്തോളൂ. വരും. നേരെ കളയല്ലേ. വാ. നീയും കയറിക്കോളൂ. നിന്നെ ബസ് സ്റ്റാൻഡിൽ ഇറക്കാം. വളരെ കാലത്തിന് ശേഷം നമ്മൾ കണ്ടിട്ട് ഒരു 4 ദിവസം ഒന്നിച്ചു കഴിയാൻ നമുക്ക് സാധിച്ചില്ല കൂട്ടുകാരാ. ഞാൻ കമ്പി അടിക്കും. നീ വരണം കേട്ടോ. വരാം, തീർച്ചയായും വരാം. പോട്ടെ. ഇതാണോ റെയിൽവേ സ്റ്റേഷൻ? ഇത് റെയിൽവേ സ്റ്റേഷൻ അല്ല, സിനിമാ തിയേറ്ററാ. നമ്മളൊരു സിനിമ കാണുന്നു, രാത്രി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പൊ ബാംഗ്ലൂര്? അവനെ ഒഴിവാക്കാൻ ഇതല്ലാതെ വേറെ ഒരു വഴിയില്ലമ്മേ. ദുഷ്ട, കോട്ടയ്ക്കര അംശാദീരയുടെ മോനിലിടാവൻ. എന്നാ പിന്നെ അമ്മ അംശാദിയോട് പോയിക്കോ. വരുന്നേ വാ, ടാക്സി വെയിറ്റ് ചെയ്യണം കേട്ടോ. വാ. നീ പോയില്ലേ? എനിക്ക് ബസ് കിട്ടിയില്ല. കോട്ടക്കാട്ടേക്ക് 9:30 വരെ ബസ് ഉണ്ടല്ലോ. സമരം? എന്ത് സമരം? ഒരു കണ്ടക്ടർ പിന്നെ ഈ ഡ്രൈവറെ തല്ലി. ഡ്രൈവറെ ഈ കണ്ടക്ടറെ തല്ലി. എന്ത് യാത്രക്കാരനെ തല്ലിനെ? നീ എന്താ പോയിരുന്നെ? എനിക്ക് റിസർവേഷൻ കിട്ടിയില്ലോ. അല്ല, നാളെ കാലത്ത് ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോലി വെള്ളത്തിലാവില്ലേ? ആ വിവരത്തിന് കമ്പി അടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങള് കാലത്ത് പോവേ. എന്റെ ഭാഗ്യം. മാധവനെയും അമ്മയും ലതികയൊക്കെ എനിക്ക് വീണ്ടും കാണാൻ പറ്റിയല്ലോ. ഇപ്പൊ ചിലപ്പോ സമരം തീർന്നിട്ടുണ്ടാവും. നീ വേഗം ഇനി നാളെ പോവാം. ഏത് വല്ലതും കഴിച്ചോ? ഇല്ലമ്മേ. എന്നാ വാ, ഞാൻ വല്ലതും ഉണ്ടാക്കി തരാം.